അന്നത്തെ ആ പ്രോഗ്രാമിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ രാജാവിന്റെ വേഷമായിരുന്നു. ഞങ്ങളുടെ തന്നെ കണ്ണു തള്ളിപ്പോയി. അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യുവാന്നുണ്ടെങ്കിൽ നല്ലതാ, ടിക്ടോക്ക് നാപ്പുണ്ട്. എടുക്കാനായിട്ട് അറിയത്തില്ലായിരുന്നു. ഞാനൊരു നെറ്റ് കഫേ പോയി ഒരു ആൾക്കാരോട് ചോദിച്ചു ഡൗൺലോഡ് ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ കരയുന്ന കാണുമ്പോൾ ആദ്യ കാലത്തൊക്കെ ഞാനും കരഞ്ഞു പോവായിരുന്നു. അപ്പം വീഡിയോ എടുക്കുന്ന ആളും കൂടി ഇപ്പഴേ നിന്ന് കരയുന്നു. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇതൊരു വീഡിയോ എടുത്തിട്ട് ഇട്ടാലോ. ലളിതാമ്മയുടെ വീഡിയോ ചെയ്ത് വൈറലായി കണ്ടാണ് നാദിഷ സാർ വിളിച്ചത്. അതിൽ ഓഡിയേഷൻ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. 450 പിള്ളേരെ പൈസ കൊടുത്ത് കയറാൻ വരെ ആൾക്കാർ അവിടെ റെഡിയാ. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതിനുള്ള റിപ്ലൈ ഒന്നുമില്ല. 2 ലക്ഷം ആണെങ്കിലും ഞങ്ങൾ കൊടുത്തിട്ട് കയറിയോളാന്ന് അവിടെ ഞങ്ങൾ ഇരുന്നിടത്ത് തന്നെ പറയുന്ന കേട്ടായിരുന്നു. പക്ഷെ ആ ഫേസ് മാത്രം കാണിക്കുമ്പോ അത്ര അല്ല നമുക്ക്. സാരി ചെയ്യുക ഞാൻ നരപ്പിക്കും തലേ. ചിലര് കാണുമ്പോ ചോദിക്കും, അയ്യോ ദേവനന്ദ ഇത്രയേ ഉള്ളായിരുന്നു. കൂടെ ഷൂട്ടിന് വന്നത് ആദ്യത്തെ സിനിമയ്ക്ക് ഞങ്ങൾ ഫുള്ള് ഫാമിലി. ആദ്യത്തെ സിനിമ എല്ലാരെയും കരയിക്കുന്ന ഒരു സിനിമയായിരുന്നു. അത് കണ്ട അമ്മ 5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ 5 പ്രാവശ്യം അമ്മ കരഞ്ഞിട്ടുണ്ട്. ഇവളെ ഹാക്ക് ചെയ്യുന്നൊരു സീനുണ്ട്. ഞാനാണ് എന്റെ റോപ്പ് പിടിച്ചോണ്ടിരിക്കുന്നത്. കരഞ്ഞുകൊണ്ട് ഒരു റൂമിനകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു സീനായിരുന്നു. ഞാനത് ആദ്യത്തെ പ്രാവശ്യം കണ്ട് എനിക്ക് സങ്കടം വന്നു. ഞാൻ പിന്നെ ഞാൻ ഈ റോപ്പ് പിടിച്ചാൽ തിരിഞ്ഞു വന്നു. സോഷ്യൽ മീഡിയയിലൂടെ താരമായി പിന്നീട് സിനിമയിലെത്തിയ ദേവനന്ദ രതീഷ് കുടുംബമാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. നിങ്ങള് ഇവരാണെങ്കിൽ ആക്ച്വലി നമ്മൾ വരുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ചമ്മലായിരുന്നു ഇരിക്കാൻ. എനിക്കൊരു കാര്യം മനസ്സിലായത്, സാധാ ഒരു കുടുംബത്തിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമയായിട്ട് യാതൊരുവിധ ബന്ധവുമുള്ള ഒരാൾക്കാരല്ല. അവിടെ നിന്ന് സിനിമയിൽ എത്തിപ്പെട്ടു മോള് ഡബ്മാഷിലൂടെ മാത്രം അല്ലേ? എത്ര വയസ്സിലാണ് കുഞ്ഞിത് ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ 9-ാം വയസ്സ് തൊട്ട്. 9-ാം വയസ്സ് തൊട്ട്. അതിൽ ആദ്യം എനിക്ക് തോന്നുന്നു കുറേ ഭയങ്കര റിയലിസ്റ്റിക് ആണ് കുറേ സാധനങ്ങൾ, ഭയങ്കര രസമാണ്. ഡബ്മാഷ് ചെയ്താലും ആ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ആൾക്കാർ വാല്യൂ ചെയ്യുന്നത്. ഇതുവരെ എത്ര സിനിമ? 7 സിനിമ അല്ലേ? ഏതൊക്കെയായിരുന്നു? സ്വർഗത്തിലെ കട്ടുമ്പും ആകാശത്തിന് ആഴയും റിലീസായി. പിന്നെ ഈ മാസം സൂപ്പർ ജിംനി 24-ാം തീയതി റിലീസ് ആവാൻ വേണ്ടി നിൽക്കുന്നു. പിന്നെ ബാക്കിയുള്ളതെല്ലാം എഡിറ്റിങ്ങിലും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക. ആദ്യം ഈ പറഞ്ഞ ഡബ്മാഷ് ചെയ്തു തുടങ്ങി, അത് നമ്മളുടെ ഒരു സന്തോഷത്തിനാണ്. എങ്ങനെയാ ചെയ്തു തുടങ്ങിയത്? അത് ഞാൻ LKG തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ 2-ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ ഭരതനാട്യമൊക്കെ സ്കൂളിൽ ചെയ്യുമായിരുന്നു. 3-ാം ക്ലാസ് ആയപ്പോൾ 2 ഡാൻസ് കളിച്ച് അങ്ങനെയാണ് ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ ഒരു സിസ്റ്റർ ആയിരുന്നു, സൗമ്യ സിസ്റ്ററാണ്. സിസ്റ്റർ പറഞ്ഞു, ദേവനന്ദയുടെ ഒരു ഡാൻസ് ഒഴിവാക്കിയിട്ട് സ്കിറ്റിൻ്റെ അകത്ത് ചേർത്തോട്ടെ എന്ന് അമ്മേനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഓ അങ്ങനെ വലുതായിട്ട് ചെയ്യത്തൊന്നുമില്ല, ഞാൻ അഥവാ ചെയ്യുവാന്നുണ്ടെങ്കിൽ ചേർത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ സ്കിറ്റിനകത്തോട്ടൊക്കെ പോകുന്നേ. വീട്ടിലൊന്നും അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്ത് കാണിക്കുമല്ലായിരുന്നു. ആനുവൽ ഡേ അന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി, ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യുവാന്നുണ്ടെങ്കിൽ നല്ലതാ, ടിക്ടോക്ക് നാപ്പുണ്ട്, കൊച്ചിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ടിക്ടോക്കിലോട്ട് ഉപദേശിച്ചത്. ഒത്തിരി പേര് കണ്ട് അങ്ങനെ പറഞ്ഞു, ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ടിക്ടോക്കിലോട്ട് വീഡിയോ ചെയ്യുന്നത്. അച്ഛനാണോ ടിക്ടോക്ക് എടുത്തത്? പക്ഷെ ചേച്ചി എന്നോട് പറഞ്ഞത്, ഇന്റർവ്യൂ എന്നോടൊന്നും ചോദിക്കരുത്, ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ചേച്ചിയാണല്ലേ? എനിക്കറിയത്തില്ലായിരുന്നു. വേറെ ആൾക്കാരോട് ചോദിച്ചു. പേര് പറഞ്ഞേ? എന്റെ പേര് മായ രതീഷ്. മായ രതീഷ്. മോന്റെ പേര്? ദേവദർശ രതീഷ്. എനിക്കറിയാം, ഇപ്പൊ വീഡിയോയിലൊക്കെ തിളങ്ങി വരുന്നുണ്ടല്ലോ. മോന്റെ പേര് എങ്ങനെയാ? ദേവകൃഷ്ണക്ക് ഇപ്പൊ ഇച്ചിരി ബൂസ്റ്റിന്റെ കുറവുണ്ട്, കക്ഷിക്കൊരു. അതുകൊണ്ടാണ് ഞാൻ എന്റെ അടുത്തിരിക്കുന്നത്. എനിക്ക് എന്റെ എനർജി മുഴുവൻ കിട്ടട്ടെ. പിന്നെ ഇത് പറയണ്ടല്ലോ, ദേവനന്ദയുടെ കൂടെ ഉള്ളതുകൊണ്ടല്ല രതീഷ്. ചേച്ചി ആ ആപ്പിലേക്ക് കുഞ്ഞിനെ, നമ്മള് സാധാരണ പേരൻസിനൊക്കെ പേടിയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാന്. അപ്പം എങ്ങനെയാണ് മോളെ വെച്ചിട്ട് ചെയ്യാന്നുള്ളൊരു ഉറപ്പ്? സാധാരണ അമ്മമാരാണ് ഇതിന് എതിർപ്പ് പറയുന്നത്, പിള്ളേരെടുത്താൽ. എന്റെ അക്കൗണ്ടില് ആയിരുന്നു ഇട്ടോണ്ടിരുന്നത്, എന്റെ പേരില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ദേവനന്ദ എന്നുള്ള ഒരു ഇത് ആക്കിയെടുത്തത്. ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം പ്രോഗ്രാമിലൊക്കെ ചെന്നതിന് ശേഷം, അതിനുശേഷമാണ് ദേവനന്ദ രതീഷ് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്നത്. ചേച്ചി അതിന് അക്കൗണ്ട് എടുത്തേ? ഞാൻ ആൾക്കാരോട് ചോദിച്ചിട്ട്, എനിക്ക് ആനിവേഴ്സറിയെ കുറിച്ച് പറഞ്ഞല്ലോ, പ്രോഗ്രാം ചെയ്തത് ഒരു രാജാവിന്റെ വേഷമായിരുന്നു. അന്നത്തെ ആ പ്രോഗ്രാമിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ രാജാവിന്റെ വേഷമായിരുന്നു. അപ്പം ഞങ്ങളുടെ തന്നെ കണ്ണു തള്ളിപ്പോയി. ഇത്രയും ഞങ്ങളുടെ കൊച്ചാണോ ഇത് ചെയ്തേക്കുന്നേന്നുള്ളൊരു ഇതായിപ്പോയി. ഞങ്ങളത് കുഞ്ഞിനോട് നല്ല
കുഴപ്പമൊന്നുമല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ചേട്ടായി ഇവിടെ വന്ന് രാത്രി ഒന്ന് ചർച്ചയൊക്കെ ചെയ്ത് നല്ല നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമൊക്കെ തോന്നി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ടിക്ടോക്ക് എടുക്കാൻ പറഞ്ഞു. എടുക്കാനായിട്ട് അറിയത്തില്ലായിരുന്നു. ഞാനൊരു നെറ്റ് കഫേ പോയി ഒരു ആൾക്കാരോട് ചോദിച്ചു ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നു. അത് ആദ്യം വീഡിയോ എടുക്കുമ്പോൾ തെറ്റിപ്പോവായിരുന്നു. പിന്നെ 2-3 പ്രാവശ്യം ആയി കഴിയുമ്പോൾ റെഡിയായി. കുഞ്ഞിനെ കൊണ്ട് ആദ്യ കാലങ്ങൾ എന്ന് പറയുമ്പോ ഇപ്പം മോക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു? 9 വയസ്സിൽ. അപ്പൊ ഈ എടുപ്പിക്കുമ്പോൾ ചേച്ചി പറഞ്ഞ ഡയലോഗ് പഠിക്കുക, അത് പ്രസന്റ് ചെയ്യുക, അത് അവിടെ കാര്യത്തിൽ ഭയങ്കര ഒരു അഭിമാനമുള്ള കാരണം എന്ന് വെച്ചാൽ ഡയലോഗ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആ ഡയലോഗ് പഠിച്ചിട്ട് കണ്ണാടി നോക്കി ചെയ്ത് നോക്കിയിട്ട് പെർഫെക്റ്റ് ആയതിന് അവക്ക് തോന്നിയതിന് ശേഷം അമ്മായിമ്മ വന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കുക. അന്നേരം നമുക്ക് ഞാൻ 1-2 തവണക്കുള്ളിലൊന്നും എടുത്തിട്ടേ ഇല്ല. അപ്പൊ പെർഫെക്റ്റ് ആണ്. അപ്പം ചില സന്ദർഭങ്ങളിൽ അവള് വീഡിയോ എടുക്കുമ്പോ കരയുന്ന കാണുമ്പം ആദ്യ കാലത്തൊക്കെ ഞാനും കരഞ്ഞു പോവായിരുന്നു. ഇപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവർ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലൊക്കെ നിന്ന് വീഡിയോ എടുക്കും. അപ്പൊ ഈ സെന്റിമെന്റ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പം വീഡിയോ എടുക്കുന്ന ആളും കൂടെ ഇപ്പറേ നിന്ന് കരയും. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇതൊരു വീഡിയോ എടുത്തിട്ട് ഇട്ടാലോ. എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതൊന്നും വലിയ വശമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് കരയട്ടെ, അവിടെ നിന്ന് കരയട്ടെ. അത് മോൾ അപ്പുറം നിന്ന് കരയും, വീഡിയോ എടുക്കുന്ന അമ്മ ഇപ്പറേ നിന്ന് കരയും. അത് ഞാൻ അങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇതൊരു വീഡിയോ എടുത്താലോ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ ചേച്ചി പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് സുധി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഇല്ലായിരുന്നു? സുധിച്ചേട്ടൻ മരിച്ച സമയത്ത്, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഞാൻ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരയും. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഇപ്പൊ ചേച്ചി മോള് കരയുന്നതിന്റെ അല്ല, ആ ഡയലോഗിൽ അവരുടെ കണ്ണീര് വരുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫീൽ വരുന്നത്. അപ്പൊ സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ ഇതുപോലെ പൊതുദർശനത്തിന് വെച്ചേക്കുവാണ് എറണാകുളത്ത്, ചാനലിന്റെ ഓഫീസ് വെച്ചേക്കും. അപ്പൊ ഞാനുണ്ട്, ഞാൻ ജനലിൽ നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്തോ ചേട്ടനോടൊരു എവിടെ ഇഷ്ടമുള്ളതാന്ന് തോന്നി. ഞാനിരുന്നങ്ങ് കരയുവാ. ഞാൻ കരയുമ്പോൾ ഞാൻ അടുത്ത് നിന്നിട്ട് ആൾക്കാരോട് എന്റെ ഡ്യൂട്ടി എന്താ റിപ്പോർട്ട് ചെയ്യുക. ഞാൻ സുരേഷ് ഗോപിയോട് അങ്ങനെയൊക്കെ ചെന്ന് മൈക്ക് വെക്കുമ്പോൾ ഞാൻ അവരെ കഴിഞ്ഞ് മുന്നേ കരയുക. എന്റെ കരച്ചിൽ കണ്ടിട്ട് മനോജ് ഗിന്നസേട്ടൻ മാറിപ്പോയി. കാരണം പുള്ളിയും കരഞ്ഞു പോകും. അവർക്കൊക്കെ അത്രയും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ക്യാമറമാൻ ഒരിങ്ങനെ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ക്യാമറ, ഈ കൈ കൊണ്ട് എന്റെ കണ്ണീര് തുടയ്ക്കുക. അപ്പൊ ഞാൻ എന്റെ കൈ കൊണ്ട് ഞാൻ മൈക്ക് വെച്ചേക്കുക. ചേട്ടൻ പറഞ്ഞില്ലേ, നമ്മള് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫീൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അത് മാറി. അത് കണ്ടിന്യൂസ് ആയി കഴിയുമ്പോ നമുക്ക് അതിനെ പറ്റി അറിയാവുന്നതുകൊണ്ട് ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് കരയുന്നില്ല. ആ സന്ദർഭം ആകുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കരയും. നാച്ചുറലായിട്ട് സിനിമയിലെല്ലാം അഭിനയിച്ച എല്ലാം ഗ്ലിസറിൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് കരയുമായിരുന്നു ചെയ്തേക്കുന്നത്. ടിക്ടോക്ക് കണ്ടിട്ട് ആദ്യത്തെ പടത്തിലേക്ക് എപ്പോഴാണ് വിളിക്കുന്നത്? എനിക്ക് തോന്നുന്നു മോളുടെ ടിക്ടോക്ക് കണ്ടിട്ട് ഒരുപാട് പേര് ഭയങ്കര എക്സ്പ്രഷൻ. ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങള് ടിക്ടോക്ക് വീഡിയോസുകളല്ലേ ഇങ്ങനെ ചെയ്യും. അപ്പം ഒരു ദിവസം ഒരു രാത്രി ഒരു 10 മണിക്ക് ശേഷം ഇങ്ങനെ ഞങ്ങൾ കിടന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവനന്ദയുടെ അച്ഛനാണോ ചോദിച്ചു. ഞാൻ പറയാതെ ഞാൻ നാദിർഷയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നാദിർഷ അപ്പം പെട്ടെന്ന് ഇത് കാണുന്നില്ല. പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു സിനിമയുടെ ആണ് ഡയറക്ടറൊക്കെ. അന്നത്തെ ഞാൻ അന്നേരമാണ് വിളിക്കുന്നുള്ളൊരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തന്നെ അറിയാം. എറണാകുളത്ത് ഇപ്പൊ ഞങ്ങള് കട്ടപ്പന എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു മലമുകളിൽ കിടക്കുന്ന നമ്മളൊരാൾ എറണാകുളത്ത് വന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭം, അങ്ങനെ ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ പെട്ടെന്ന് രാത്രിയിൽ ഇങ്ങനെ വിളിക്കാന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതിശയം തോന്നിപ്പോയി. അത് കഴിയുമ്പോൾ ഞാൻ പിന്നെ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു സാറ് വിളിക്കുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഒക്കെ മനസ്സിലായി. അങ്ങനെ പിന്നെ ആദ്യം വിളിക്കുന്നത് ഈ സിനിമാ ലോകത്തുനിന്ന് ആദ്യം വിളിക്കുന്നത് നദർഷ സാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവളെ വിളിച്ച് കൺഗ്രാജുലേഷൻ പറഞ്ഞു, വളരെ നല്ല ഒരുപാട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വേറെ വേദികളിൽ വെച്ച് കാണുകയൊക്കെ ചെയ്തായിരുന്നു. കോമഡി ഉത്സവത്തിൽ ചെന്നപ്പോഴൊക്കെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വിളിക്കുന്നത് പറഞ്ഞാൽ KP ലളിതാമ്മയാണ്. ലളിതാമ്മയുടെ വീഡിയോ ചെയ്ത് വൈറലായി കണ്ടാണ് നാദിർഷ സാർ വിളിച്ചത്. അതെ, ലളിതാമ്മ വിളിക്കുമായിരുന്നു. അവളോട് വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിന്റെ വോയിസ് ഒക്കെ ഇപ്പോഴും അവള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ദൈവാനുഗ്രഹം കേട്ടോ അതൊക്കെ. കൊച്ചിന് ചോറ് കൊടുക്കാൻ പോയപ്പോ, മോന്റെ കൊച്ചിന് ചോറ് കൊടുക്കാൻ പോയപ്പോ അതൊക്കെ അത് ഇപ്പോഴും ആ വോയിസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവൾക്കൊരു വേറൊരു പ്രശ്നം
പ്രശ്നമുണ്ട്. ഇവളിപ്പോ എന്നെ കാണിച്ചാൽ സെന്റിമെന്റൽ ചെയ്തിട്ട് ഇവക്ക് എന്തെങ്കിലും ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവള് വീട്ടിൽ കരയുമ്പോഴത്തേക്കും പറയും, ഞാൻ നമ്മുടെ അടുത്ത് കരയുമ്പോ പറയും വരേക്കിരുന്നാണ്. അത് നേരെ ചേട്ടാ, നമ്മൾ എപ്പോഴും നാച്ചുറൽ ആക്ടിംഗ് എന്നാണ് അവര് പറയും. കേൾപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് പെണ്ണിനെ പെട്ടെന്ന് കരയാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് കരഞ്ഞടിക്കും. അവർക്ക് അത് ശരിക്കും നാച്ചുറൽ ആക്ടിംഗ് ഉള്ള ആളായിരുന്നു ശരിക്കും സുലതമ്മ. സിനിമയിലേക്ക് പിന്നെ അതിനുശേഷം വിളിക്കുന്ന ആരായിരുന്നു? സിനിമയിലേക്ക് അതിനുശേഷം ആദ്യത്തെ പടം ആകാശത്തിനാഴിയാണ്, ലിജീഷ് സാറാണ് വിളിക്കുന്നത്. അതിൽ ഓഡിയേഷൻ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു, ഒരുപാട് ഓഡിയേഷന് പിള്ളേർ. ഞങ്ങള് ഓഡിയേഷന് പങ്കെടുക്കാൻ പറഞ്ഞു, നിങ്ങൾ ഏതായാലും വന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അത് കിട്ടുന്ന പ്രതീക്ഷയല്ല, ഒത്തിരി അന്ന് 450 പിള്ളേരെ കണ്ടുണ്ടായിരുന്നു. ആ കൊച്ചായിരുന്നു സിനിമയുടെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന ആ കുട്ടിയായിരുന്നു. അന്നേരം പൊന്നു എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അന്നേരം ഇപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പൈസ കൊടുത്ത് കയറാൻ വരെ ആൾക്കാർ അവിടെ റെഡിയാ. അവിടെ പൈസ കൊടുത്തൊന്നുമല്ല, ജെന്യുവൻ ആയിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരു ഓഡിഷനാണ് അവിടെ നടന്നിരുന്നത്. അന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതിനുള്ള റിപ്ലൈ ഒന്നുമില്ല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിചാരിച്ചു കാശ് കൊടുത്ത് കയറാനായിട്ട് അവിടെ പറയുന്ന കേട്ട 2 ലക്ഷം ആണെങ്കിലും ഞങ്ങൾ കൊടുത്തിട്ട് കയറിയോളാന്ന് അവിടെ ഞങ്ങൾ ഇരുന്നിടത്ത് തന്നെ പറയുന്ന കേട്ടായിരുന്നു. അപ്പം നമ്മൾ ഓർത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർക്ക് കിട്ടത്തുള്ളൂ എന്ന് ഓർത്തു. അത് കഴിഞ്ഞ് ഈ ലിജി സാറ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, പൊന്നുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു. ഇവിടെ ഫോട്ടോ ഇട്ട് പോസ്റ്റ് ഇട്ടപ്പോഴാണ് വേറൊരാളാണ് നമ്മളെ വിളിച്ച് പറയുന്നത് കൊച്ചിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, പോസ്റ്റ് ഇതുപോലെ ഡയറക്ടർ സാർ ഇട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ കിട്ടി. അത് സത്യത്തിൽ എനിക്കും അത്ഭുതമാണ്. ഇപ്പോഴും നിങ്ങളാണെങ്കിലും ഇപ്പം മോള് ഇത്രയും ഭയങ്കര രീതിയിൽ ചെയ്യുന്നുണ്ട്, നല്ലതായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, സിനിമയിൽ അഭിനയിച്ചു. നിങ്ങൾ ഇവിടെ വന്നപ്പോ സാധാരണ ഞാൻ ഇന്റർവ്യൂവിന് ചേച്ചി എനിക്കിത് മതി. ഞങ്ങള് ഇവള് സിനിമയിൽ അഭിനയിച്ചു നമ്മുടെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞില്ലേ, നമ്മള് കൂലിപ്പണിക്കാരാണ് അന്നന്ന് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ലോഡിങ് തടി ടൗണിലെ ലോഡിങ് പണിക്കാരനാ. ഇപ്പോഴും നേരത്തെ അത് തന്നെയാ. ഞാൻ നേരത്തെ ടീച്ചിങ് ആയിരുന്നു, ഇപ്പൊ പോകുന്നില്ല. ഇപ്പൊ ഇവരെ 3 പേരെ ടീച്ചിങ് തന്നെ. കൊറോണ വന്നു കഴിഞ്ഞപ്പോ പിള്ളേരെല്ലാം വീട്ടിലല്ലായിരുന്നു. അപ്പൊ നോക്ക് അത് തന്നെ എല്ലാം ഇവൻ കുഞ്ഞായിരുന്നു നേരം. പിന്നെ 1 വർഷത്തെ ലീവ് എടുത്ത് ഇറങ്ങിയതായിരുന്നു, പിന്നെ പോയില്ല. ഇപ്പൊ ആളെങ്ങനെയാ സ്വന്തമായിട്ടാണോ വരുന്നത്? ചേച്ചിയെ കണ്ടിട്ടാണോ വരുന്നത്? എങ്ങനെയാ വരുന്നത്? ഇവൻ നന്നായിട്ട് വിളിക്കുമ്പോഴത്തേക്ക് അവൻ അതൊരു അപ്പൊ ഞാനും ചെയ്യാന്ന് അവളെ എന്തെങ്കിലുമൊക്കെ നല്ല വീഡിയോസുകളൊക്കെ ചെയ്യുമ്പോ ചെണ്ട് വിളിച്ചിട്ട് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവനും ഇത് അങ്ങനെ ഇവൻ പറയും അവൻ പറയാം എനിക്ക് പറ്റത്തില്ലെന്ന് പറയും. ഞാൻ പഠിച്ചോളാം ചില സമയത്ത് പറയാൻ ഞാനും എന്നാ ചെയ്യാം, കുറച്ചെടുക്കുമ്പോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഞങ്ങളെപ്പോലെ ടഫുള്ള പണിയൊന്നും ടഫുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൈ നിറയെ പൂത്തിട്ടുണ്ടല്ലോ, ഇത് ഈ കൈ നിറയെ പൂക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അതൊന്നും അല്ലൊരു എന്തോ ഒരു ഇതാണ്. ഞങ്ങളുടെ നാട്ടിൽ കൈ പൂത്ത പുത്തൻ ഡ്രസ്സ് കിട്ടുന്ന കുഞ്ഞിന് എത്ര ഡ്രസ്സ് കിട്ടുന്നു? 100 ഡ്രസ്സാ. പുത്തൻ എല്ലാം കിട്ടിയായിരുന്നോ? അപ്പൊ കൈ പൂത്തിട്ടുണ്ട്, ഉടനെ കിട്ടും. പണ്ട് നമ്മളെ കണ്ടപ്പോ ഞാൻ ഓർത്താ ഈ പറയുന്ന പോലെ അഭിനയിക്കുക. ഇപ്പൊ നാച്ചുറൽ, ഞാൻ പറഞ്ഞല്ലോ നാച്ചുറൽ ആക്ടിങ് മാത്രമല്ല, നമുക്കത് കിട്ടുക. ഇപ്പൊ ഒത്തിരി ആൾക്കാർ വൈറലാകാൻ വേണ്ടി പല വിധത്തിലാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഡബ്മാഷ് പഠിക്കുക, അതിനെ അതേ രീതിയിൽ നമ്മള് സിങ്ക് ആക്കുക, എന്നിട്ടുള്ളൊരു എക്സ്പ്രഷൻ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ എക്സ്പ്രഷനാണ് ദേവനന്ദയുടെ എക്സ്പ്രഷനാണ് ഭയങ്കരമായിട്ട് നിൽക്കണത്. എനിക്ക് പലപ്പോഴും എക്സ്പ്രഷനില് ഇപ്പൊ പറഞ്ഞു എത്ര 13 വയസ്സല്ലേ, 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 14 വയസ്സ്. പക്ഷെ ആ ഫേസ് മാത്രം കാണിക്കുമ്പോ അത്ര അല്ല നമുക്ക് സാരി നരപ്പിക്കും തലേ. അതെന്നാന്ന് ചോദിച്ചാല് നമ്മള് ലോങ് ആയിട്ട് എടുത്തു കഴിയുമ്പം ആക്ടിങ് ചോദിന് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ കുഞ്ഞിന്റെ വീഡിയോ ഒരു 450 വൈറലായിരിക്കുന്ന വീഡിയോ. അപ്പൊ ഈ വീഡിയോ എല്ലാം വൈറലാക്കുന്ന ഞാൻ സൂം ചെയ്തെടുക്കുന്നുണ്ട്. ആക്ടിങ് കറക്റ്റ്, കണ്ണീര് വരുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് എടുത്താണ്. ചിലര് കാണുമ്പോ ചോദിക്കും, അയ്യോ ദേവനന്ദ ഇത്രേ ഉള്ളായിരുന്നു. മനസ്സിലായോ? നമ്മളാണേലും 1-2 എക്സ്പ്രഷൻ നോക്കുമ്പോ സാരി ഉടുക്കുമ്പോ മാത്രം, സാരി എടുത്ത് സൂമിങ് അല്ലാത്ത ഇത് കാണിക്കുന്നത് നമുക്കറിയാം കൊച്ചാണ്.
അല്ലാണ്ട് സൂമിങ് വരുമ്പോഴത്തേക്കും നമ്മൾ ഓർക്ക് ഇത് വലിയൊരാള്, അതായത് ആ ഏജിൽ അല്ലെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്തൊരാളാണ്. എവിടെയൊക്കെ വെച്ച് ഇവളെ കാണുമ്പോൾ ചില ആൾക്കാർ തിരിഞ്ഞു നോക്കിയിട്ട് ചിരിച്ചിട്ട് അങ്ങ് പോവേ. പിന്നെ അവിടെ ചെന്ന് ആലോചിച്ചു ആ കൊച്ചാണോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ചോദിക്കും. ചിലര് വന്നിട്ട് ചോദിക്കും ദേവനന്ദ ആണോന്ന് ചോദിക്കും. അതേന്ന് പറയാം. അങ്ങനെ ചില ആൾക്കാർ തിരിഞ്ഞു നോക്കിയിട്ട് ചിരിച്ചിട്ട് അങ്ങ് പോവും. സംശയം ഉണ്ട്. ചോദിച്ചു കഴിയുമ്പോ അല്ലെങ്കിലോ എന്നൊക്കെ ഓർത്ത്. പിന്നെ മോൾക്ക് സ്കൂളിലൊക്കെ എങ്ങനെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ആക്ടിങ്? കുഞ്ഞു പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, അമ്മ ടിക്ടോക്ക് ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ സിനിമ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം കുഞ്ഞിനുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്. ലാലങ്കിളുടെയും മഞ്ജുവിന്റെയും കൂടെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാണ് അവരോട് അഭിനയിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇത്രയും നമ്മളായിട്ട് നമ്മളുടെ ഇടുക്കിയിലേക്ക് വണ്ടി കയറി വന്നതായിരുന്നു. അതുപോലെ തന്നെ ആദ്യം വണ്ടി കയറി വരുന്ന പോലെ തന്നെ ഇനിയൊരു വണ്ടി വരും, ആ വണ്ടിയിൽ തിരിച്ച് നമുക്ക് അവിടെ ചെല്ലാം. അതാണ് പ്രശ്നമാകണം. കാരണം ഈ പറഞ്ഞ പോലെ കഴിവുണ്ടാവുമ്പോ ഇടുക്കിന്ന് നമ്മൾ പറയുമ്പോ നമുക്കൊരു ഇടുക്കി ജാഫറാണ്. നമുക്ക് അങ്ങനെ അധികം ആക്ടേഴ്സ് ഇടുക്കിയിലില്ല. ഇടുക്കിയിൽ നിന്ന് ഒത്തിരി കലാപരമായിട്ട് ആൾക്കാർ വന്നേക്കുന്ന കുറവാണ്, വളരെ കുറവാണ്. അത് സപ്പോർട്ടും കുറവാണ്. അല്ല ഇവിടെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞാല് നമ്മൾ അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് എത്തിപ്പെടാൻ എറണാകുളം ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും അങ്ങനെ ഇവിടുന്ന് വേറൊരു വണ്ടി മാർഗം ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളും ട്രെയിനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടല്ലോ. അതെ, നമുക്ക് ഇവിടുന്ന് എറണാകുളം പറഞ്ഞാൽ തന്നെ ഒരു 4.5 മണിക്കൂറാവും. അതൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം. ട്രാവലിംഗ് വലിയൊരു വിഷയമാണ്. പിന്നെ കലാപരമായിട്ട് തന്നെയാണെങ്കിൽ പോലും മുന്നോട്ട് അടുത്ത സ്റ്റെപ്പുകൾ ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ കലോത്സവം തന്നെയാണെങ്കിലും ഭയങ്കര അഴിമതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇടുക്കി ജില്ലയിലെ കലോത്സവങ്ങൾ ഇവളാണെങ്കിലും ഈ UKG LKG മുതലൊക്കെ പഠിക്കുന്ന 3.5 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്ന പക്ഷെങ്കിൽ ഇന്നേ വരെ അപ്പീൽ വെക്കാതെ ഒരു ഫസ്റ്റ് പ്രൈസിന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇവിടെ നിന്നുള്ള ഒരു ഇത് പറഞ്ഞല്ലോ ട്രാൻസ്പോർട്ടിന് ഇത്രയും ടൈം ഉണ്ട്. അപ്പൊ മോൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയിക്കൂടെ? ഞങ്ങൾ പറഞ്ഞല്ലേ ചേട്ടായുടെ ജോലി ലോഡിങ്ങാ, നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഇവിടെ ആയി പോയേക്കുന്ന കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി. പിന്നെ എന്താ ഈ ഒരു സെന്റിമെന്റ്സ് അല്ലാണ്ട് കുറച്ചുകൂടെ ഹാപ്പിനെസ് നമുക്കുണ്ടല്ലോ. ഏറ്റവും പാടെന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കാനാണ്. കോമഡി ചെയ്യുന്നുണ്ട് നല്ലപോലെ. കോമഡിയും ചെയ്യുന്നുണ്ട്. എന്റെ ഒരു ഇതെന്ന് പറയുന്നത് കൂടുതലും ചെയ്യുന്നത് സെന്റിമെന്റലാണ്. അല്ല, ദേവനന്ദ എന്നുള്ള രജിസ്റ്റർ ആയിരിക്കുന്ന അങ്ങനെയാണ്. മനസ്സിലായോ? ഇപ്പൊ KPC എഴുതിയ പോലെ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ ഈ ഫേസ് തേടുന്നവരുണ്ടല്ലോ, എന്റെ ഒരു അറിവല്ല, ഫേസ് തേടുന്നവർക്കൊരു നമ്മൾ മൾട്ടിപ്പിൾ കൊടുക്കണം. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരോട് എന്തെങ്കിലും സ്കിറ്റുകൾ എഴുതി തരാമോ? നമ്മുടെ ഇവിടെ കട്ടപ്പന ഇങ്ങനെയുള്ളിടത്ത് ഈ അറിയാമെങ്കിലും ചില ആൾക്കാർ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പല ആൾക്കാരും എന്തെങ്കിലും കൊച്ചിനെ പറ്റുന്ന അല്ലെങ്കിൽ പിള്ളേരെ കൂട്ടിയാണല്ലോ ചെയ്യുന്നത്, 1-2 കോമഡി സ്കിറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തരാമെന്ന് വെച്ചാൽ തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാർ ഒഴിവായി പോകും. എന്ന് വെച്ചാൽ ഞാൻ പണിക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്കിറ്റും കാര്യങ്ങളും എഴുതി തരാനോ അല്ലെങ്കിൽ അതാണ് നമ്മൾ പിന്നെയും ഈ ഡസ്മാഷ് വീണ്ടും ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല കണ്ടന്റ് വേണ്ടേ? അല്ലല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് ആ മീഡിയയെ കുറിച്ച് എത്ര അറിയില്ല. ഇൻസ്റ്റയില് ചുമ്മാ നിന്നിട്ട് ആൾക്കാർ ഓൺ വോയിസിൽ കണ്ടന്റ് വലിയതായിരിക്കും. അത് ഭയങ്കര നാച്ചുറൽ ആണെങ്കിൽ ഭയങ്കര രസമായിട്ട്, അതായത് കണ്ടന്റ് ഉണ്ടാവും എവിടെയെങ്കിലും, പക്ഷെ അത് ഓൺ വോയിസിലാണെങ്കിൽ നല്ല രസമായിരിക്കും. എന്നുവെച്ചാൽ ഇപ്പൊ ഇത്രയും പടത്തിൽ ഇപ്പൊ 9ഓളം പടം ഇറങ്ങി അല്ലേ, 7 പടത്തിൽ വരെ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിങ്? മടുത്തോ? ചാഞ്ഞു വീഴുവോ? ആണ് എന്റെ മേത്തേക്ക് ചാഞ്ഞു. ഈ 7 ഷൂട്ടിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഷൂട്ടിങ്ങിന് പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഡബ്മാഷ് പോലെ അല്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര രസം. നമ്മള് സിനിമ കാണുന്ന പോലൊന്നും അല്ല, അതിന്റെ പിന്നില് എന്തൊക്കെയാന്ന് ആദ്യമേ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഓ ഇങ്ങനെയൊക്കെയാണല്ലേ സംഭവങ്ങള്. പിന്നെ ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നതും പിന്നെ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. കുറച്ചും കൂടി എന്താ ഭയങ്കര രസമാണ് അവിടെ. കൂടെ ഷൂട്ടിന് വന്നത് ആദ്യത്തെ സിനിമയ്ക്ക് ഞങ്ങൾ ഫുള്ള് ഫാമിലിയായിട്ട് പോകുന്ന എനിക്കറിയാം. ക്യാമറ വെച്ചപ്പോ ആദ്യം കരഞ്ഞത്? ക്യാമറ വെച്ചപ്പോ അല്ല, നമ്മുടെ എന്ന് വെച്ചാ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല കുഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കും എന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പം ഏതൊരു അച്ഛനും അമ്മയുടെയും കണ്ണ് നിറഞ്ഞു പോകും. അതൊരു അതിനേക്കാളും രസം വെച്ചാൽ ആദ്യത്തെ സിനിമ
എല്ലാരെയും കരയിക്കുന്ന ഒരു സിനിമയായിരുന്നു. മറ്റേ അത് കണ്ട അമ്മ 5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ 5 പ്രാവശ്യം അമ്മ കരഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇവളെ ഹാക്ക് ചെയ്യുന്നൊരു സീനുണ്ട്. തൊട്ടരിക്കല് ഞാനാണ് എന്റെ റോപ്പ് പിടിച്ചോണ്ടിരിക്കുന്നത്. അത് നമുക്ക് അത്രയ്ക്കും ഫീലിംഗ് ഉള്ള അത് അത്ര. ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞ് പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ തിരിഞ്ഞു തന്നു. എനിക്ക് വാളയാറിലെ കുഞ്ഞ് അമ്മ ഇങ്ങനെ കഥ തുറന്നു വരുമ്പം കൊച്ച് ഇങ്ങനെ ഹാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സീനാ. അപ്പം ഈ അമ്മ കഥ തുറന്നു വരുമ്പോഴത്തേക്ക് പൊന്നൂന്നാണ് ആ സിനിമയിലെ കഥാപാത്രം. കരഞ്ഞുകൊണ്ട് ഒരു റൂമിനകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു സീനായിരുന്നു. ഞാനത് ആദ്യത്തെ പ്രാവശ്യം കണ്ട് എനിക്ക് സങ്കടം വന്നു. ഞാൻ പിന്നെ ഞാൻ ഈ റോപ്പ് പിടിക്കാൻ തിരിഞ്ഞു തന്നു. ഞാൻ കാണാൻ പോയില്ല. ഫുൾ ബെൽറ്റ് ഇട്ടൊക്കെ ആണല്ലോ ചെയ്യുന്നത്. ഊഞ്ഞലിന്റെ തീർന്നോലും മേലോട്ട് പോകും, താഴോട്ട് വരും, മേലോട്ട് പോകും, താഴോട്ട് വരും. എല്ലാരും കരയിച്ചോളൂ. ആ സിനിമ കണ്ടേക്കുന്ന മുഴുവൻ ആൾക്കാരും കരഞ്ഞ് ഇറങ്ങിപ്പോ. 16-ാണെന്ന് തോന്നുന്നു ആ സംഭവം നടക്കുന്നത്. ഞാനപ്പം ഒരു ചാനലിൽ വർക്ക് ചെയ്യും. അപ്പം ഞാനിങ്ങനെ ആദ്യത്തെ കുട്ടിയുടെ മരണം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണവും കൂടെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ അറിയുന്നത്. പിന്നെ അന്ന് ഞാൻ PCR-ലാണ്. അതായത് PCR എന്ന് പറഞ്ഞാൽ ന്യൂസ് റീഡറിന്റെ പുറകിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഞാൻ നിർത്താതെ കരയും. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്കേ മനസ്സിലാവണില്ല. ഞാനിങ്ങനെ കരയും. എനിക്ക് ആ കുഞ്ഞുങ്ങളുടെ റീഡർ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അവർ അനുഭവിച്ചതെന്ന് ഇങ്ങനെ വായിക്കുന്നുണ്ട്. വായിക്കുമ്പോൾ എന്റെ ചങ്കൊക്കെ വേദന എടുക്കുക. എന്താണെന്നൊന്നും അറിയില്ല. ഭയങ്കര പെയിൻ. അതായത് ഒന്നും അറിയുന്നില്ല. നമ്മൾ ആ വാക്കുകളിൽ കൂടെ മാത്രമാണ് കരയുന്നത്. അതിനുശേഷം പിന്നീട് ഞാൻ ചേച്ചിയെ നേരിട്ട് കാണാൻ പോയിട്ടുണ്ട്. ചേച്ചിയുടെ കൂടെ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ആ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ആ മുറിയിൽ ചെന്നിട്ട് മക്കൾ നിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ടിട്ട് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ബുക്ക് എഴുതാൻ, ഞാൻ അവരുടെ ബുക്ക് എഴുതാനാണ് പോകുന്നത്. ഞാൻ അതോടുകൂടി എഴുത്ത് നിർത്തി. എനിക്ക് എഴുതാൻ പറ്റണില്ല. മനസ്സിലായി? അതായത് നമ്മളിപ്പോ സിനിമ ആണെന്ന് പറയുമ്പോ നമ്മള് ദൃശ്യമാണ്. കൂലിപ്പണിക്ക് പോയിട്ട് വരുന്ന അമ്മ കയറി വരുമ്പോ കാണുന്ന സിനിമ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. നമ്മളിപ്പോ പറഞ്ഞ പോലെ സിനിമയിൽ അത് ജസ്റ്റ് കയറിൽ റോപ്പിൽ കയറുന്നതാണെങ്കിലും കാണുന്നവർക്ക് അല്ല. അതിനകത്ത് ആ ഒരു സീൻ എന്ന് പറയുന്നത് അമ്മ കഥ തുറന്ന് കയറി വരുമ്പോ കൊച്ചിങ്ങനെ നിൽക്കുന്ന കാണുന്നത്. രണ്ടാമത്തെ മോളെ അച്ഛൻ വന്ന് ഇങ്ങനെ എന്താടാന്ന് ചോദിച്ച് ഇങ്ങനെ ചാരി നിൽക്കുന്ന പോലെ കണ്ടിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും മേത്തേക്ക് വീഴുവാ കൊച്ചല്ലേ. മറ്റേ കൊച്ച് അമ്മ ഇങ്ങനെ കയറി വരുമ്പം നിൽക്കുന്ന ഒരു സീനാണ് ഇവള് ചെയ്തേക്കുന്നത്. വല്യപ്പൻ കട്ടിലെ തളർന്ന് നടക്കുന്ന വല്യപ്പന്റെ അടുത്ത് പിടിച്ചോണ്ട് പോകുന്നേട്ടാ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കറക്റ്റ് ടൈമിലേക്ക് എത്തപ്പെടും. ഉറങ്ങി വീഴുവെന്ന് കോമഡി പറ. ഒരു ക്യാമറ സ്വന്തമായിട്ട് വന്നിട്ടുണ്ട്. നാണം വരാൻ തുടങ്ങി. ക്ലാസ്സിലെ കൂട്ടുകാരുടെ പേര് പറ. പറയത്തില്ലേ? കൂട്ടുകാരില്ലേ? ഉണ്ട്. കുഞ്ഞിനെ കളിയാക്കുന്നു. ആണോ കുഞ്ഞെ? കുഞ്ഞിന്റെ പേരെന്നാ? ദേവകൃഷ്ണ. പേര് പറഞ്ഞല്ലോ. ചുമ്മാ ചേട്ടായി പറ്റിക്കുന്നു അല്ലേ? ചേട്ടായി പറ്റിക്കുവെന്ന് പറ. ചേട്ടായി പറ്റിക്കുക. കുഞ്ഞിന്റെ കൂട്ടുകാരുടെ പേരൊക്കെ എന്നാ? കേട്ടില്ല, എനിക്ക് കേട്ടില്ല. ജയദേവും ജോഷുവായും അല്ലേ? ഒരു ഹായ് കൊടുത്തേര്. ഹായ് ജയദേവ്, ഹായ് ജോഷുവ. ഞാൻ പിടിക്കാണ്ട് കൊടുക്ക്. ഹായ് ജയദേവ്, ഹായ് ജോഷുവ. പുള്ളി ഞാൻ നോക്കുമ്പോ നമ്മളെല്ലാം സംസാരിക്കുമ്പോ ഇത് ഏതടാ, ഇത് ഏത് ലോകത്താണ് പുള്ളി ഇരിക്കുന്നത്. ഭയങ്കര ആക്റ്റീവാ. അതെങ്ങനെ വീട്ടിൽ ചില പിള്ളേര് ഭയങ്കര ഇപ്പൊ ഫോൺ കണ്ടോണ്ടിരുന്നതിന്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. അതാ. ഇപ്പം സ്കൂളിലൊക്കെ എങ്ങനെയുണ്ട് മോളെ? സ്കൂളിൽ എല്ലാവരും നല്ല സപ്പോർട്ടാ. ടീച്ചേഴ്സൊക്കെ, ക്ലാസ് ടീച്ചറും എല്ലാവരും നല്ല സപ്പോർട്ടാ. ആരെങ്കിലും പിന്നെ സിനിമയിൽ നല്ലാണ്ട് ഈ നാടകത്തിന് ട്രൈ ചെയ്തിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? കാരണം സിനിമ എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ എന്താ പറയാ, എല്ലാ എഡിറ്റിംഗ് ഒക്കെ നടത്തി നമുക്ക് നമ്മൾ ആ എഡിറ്റിംഗ് ഫ്രണ്ടിലിരിക്കുന്നവരെ തൊട്ട് ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുന്നവരെ കൊട്ടാരക്കരയിൽ നേരത്തെ വിളിച്ചായിരുന്നു നാടകത്തില്. നമുക്ക് ഇവിടെ നിന്നുള്ള പോക്കൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുക്കിംഗ് വരുന്ന സമയത്ത് ഈ നാടകം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു തുച്ഛമായ ഒരു പൈസയിലൊക്കെ ആയിരിക്കുമല്ലോ. ഒന്നാമത്തെ കേസ് എനിക്ക് ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ദിവസവും പോകും. അതിനുള്ള പൈസ മുടക്കുണ്ടല്ലേ.
അതൊക്കെയാണ് ഏറ്റവും വലിയൊരു അല്ല അതൊക്കെ അവര് ചോദിച്ചു സാധാരണ ഒരു വിളിക്കുന്ന ഒരാൾക്കാർ ഒരു കൊച്ചിനെ വിളിക്കുമല്ലേ, ഓ അപ്പൊ കൊച്ചിന് എന്തെങ്കിലും അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ചെല്ലുന്ന കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. അതാണ്. അല്ല നമുക്ക് സ്വന്തമായിട്ടൊക്കെ എഴുതി നമുക്ക് തന്നെ നാടകമൊക്കെ ചെയ്യാം. അച്ഛൻ വേറെ ആളോട് ചോദിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ കൊള്ളാം, ഇത് കുറച്ചുകൂടി നല്ലതാണ്. ഓരോരുത്തരൊക്കെ കൊച്ചു പിള്ളേരൊക്കെ സ്കിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കണ്ടു, 8ാം ക്ലാസ്സിലാണ് കണ്ടു പഠിക്കുന്നത്, തീർത്താന്ന് അങ്ങനെ കണ്ടാണ്. നല്ല രസമുണ്ട് അവളുടെ പേജ് കാണാൻ തന്നെ. അവള് സ്വന്തമായിട്ട് അവൾക്ക് ആരൊക്കെ എഴുതി കൊടുക്കുന്നതായിരിക്കാം, പക്ഷെ നല്ല രസമുണ്ട്. ട്രൈ ചെയ്താൽ മതി, അതെന്നൊക്കെ ആ കഴിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ടല്ലല്ലോ വന്നത്. അപ്പൊ ഇനി ഒരാളുടെ സ്കിൽ ഉണ്ട്, സ്വന്തമായിട്ട് എഴുതി അങ്ങോട്ട് പോകും. അതൊക്കെ പോട്ടെ, സിനിമയിൽ അഭിനയിച്ച കാശും കൊണ്ട് എന്താ ചെയ്ത് പറ. അങ്ങനെ ചോദിക്കും. അച്ഛനെ സഹായിച്ചു. അതെ, അച്ഛനെ സഹായിച്ചു. അച്ഛനോട് മറുപടി അവക്കറിയത്തില്ല. നമ്മുടെ കയ്യിലല്ലേ എന്തിനൊക്കെ കിട്ടുന്നേ. നമ്മള് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ വേണ്ടിട്ടൊക്കെ പോകും. അതേ ഉള്ളൂ. അല്ല നല്ല ഒരെണ്ണം വരട്ടെ. അവർക്ക് എന്ത് കിട്ടിയാലും അത് അന്നേരം വേറെ ആര് കൊടുത്താലും അന്നേരം അവൾ എന്നെ ഏൽപ്പിക്കും. അല്ല അച്ഛൻ. അപ്പൊ അമ്മ ഇപ്പൊ ഏതായാലും വീട്ടിലിരിക്കുക, പിള്ളേരെ നോക്കുവാണ്, അല്ലെങ്കിൽ ടീച്ചറായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എഴുതാനുള്ള ഒരു ടാലന്റഡ് ഒക്കെ ഉണ്ട്. അയ്യോ, മന്ദബുദ്ധി എന്ന് പറഞ്ഞു. മന്ദബുദ്ധി ചേട്ടായി 10 വരെ പഠിച്ചിട്ടുണ്ട്. എന്നെ എന്ത് മെച്യൂരിറ്റി ഉണ്ടെന്ന് അറിയാം. പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ PG പഠിച്ച, പക്ഷെ പഠിച്ചിട്ടുണ്ട് ഒരു വിവരമെന്ന് പറയുന്ന സാധനം. വിവരമല്ല, നമുക്കൊരു സംഭവം ഇപ്പം പിന്നെ സൂം ചെയ്ത് വീഡിയോ ഇടാൻ അത് മന്ദബുദ്ധിക്ക് അറിയാലോ. അങ്ങനെയാണ്. ഞാൻ മന്ദബുദ്ധിയല്ല, എനിക്കറിയത്തില്ല. അല്ല, ഞാനത് അങ്ങനല്ല ഞാൻ പറഞ്ഞേ. അത് ഏത് ആൾക്കാർക്ക് സൂം ചെയ്താൽ ഒരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ അറിയാലോ. എനിക്ക് കാര്യം നല്ലതായിട്ട് പഠിച്ചതിനെല്ലാ ഡിസിഷനും ഫസ്റ്റ് ക്ലാസ്സും എല്ലാമാണ്, പക്ഷെ എങ്കില് എന്റെ ഒരു മെച്യൂരിറ്റി ഇല്ല. ഇല്ല, കുഴപ്പമില്ല. ദേവനന്ദയ്ക്ക് പറ്റും. നമ്മൾ ഇനിയും ട്രൈ ചെയ്തോണ്ടിരിക്കുക. കീപ് ട്രൈങ്. നമുക്ക് ഇന്നതാണ് ഗോളെങ്കിൽ, ഇന്നതാണ് ഇന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ എന്നും ട്രൈ ചെയ്തോണ്ടിരിക്കണം. ഒരെണ്ണം കിട്ടിയെന്നും പറഞ്ഞിട്ട് അതിൽ സന്തോഷിച്ച് നിൽക്കാണ്ട് ഫോക്കസ് എന്താ ഒരു ഗോൾ ഉണ്ടാവും. ഇന്നതിൽ ഇപ്പം എന്നോട് പറഞ്ഞു മഞ്ജു ചേച്ചിയുടെയും മലയാളിൻ്റെയും കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, അത് ഫോക്കസ് ഓൺ ചെയ്യുക, അതിനുവേണ്ടി നിരന്തരം ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. കിട്ടുന്നത് നന്നായിട്ട് ചെയ്യുക. എനിക്കും എന്താ പറയാ, ഞാൻ ഒരുപാട് റീൽസ് ഞാൻ നിർത്തി. ഞാൻ നിർത്തി, വിഷമിക്കണ്ട. ഞാൻ ഒരുപാട് റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, കൊച്ചു കൊള്ളാലോ. ഞാനിങ്ങനെ എന്നിട്ട് അസൂയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറ്റാത്ത കാര്യം ഒരാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യൻ എന്ന നിലയോ ആദ്യം വരുന്നത് അസൂയൊക്കെ തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും. മോളൊക്കെ ചെയ്യുമ്പോൾ അയ്യോ ഇതൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നെ ഒരു അഭിമാനമുണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെ ഇടുക്കിയിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് ഞാൻ ആലോചിച്ചു, പിന്നെ എന്താ മോൾ അധികം സിനിമയിൽ ഞാനും കണ്ടിട്ടില്ല. കാരണം ഇപ്പൊ എല്ലാരും ഇറങ്ങിയത് ഒത്തിരി തിയേറ്ററിൽ ഇല്ലാത്തതായിരുന്നു ഇറങ്ങിയത്. ഇപ്പൊ ഇറങ്ങിയത് ഇനി ലാസ്റ്റ് വരുന്നത് മീനാക്ഷി ആയിട്ടുള്ളത്. സൂപ്പർ ജെമിനി. ഓക്കെ. അല്ല, എന്തെങ്കിലും ഒന്ന് തലവരെ മാറ്റുന്നേ. പറഞ്ഞില്ലേ, ജോജുവും വിജയ് സേതുപതിയൊക്കെ എത്രയോ സൈഡ് റോളിൽ നിന്നാണ് അവരൊക്കെ ഒന്ന് ഇതിനു വേണ്ടിയിട്ട് വന്നത്. അപ്പം ട്രൈ ചെയ്തുകൊണ്ട് കീപ്പ് ഓൺ ട്രൈയിങ്. നല്ല കഴിവുള്ള ആളാണ്. ഇടുക്കിയിൽ നിന്ന് ഇനി അച്ഛൻ പറഞ്ഞ പോലെ വണ്ടിയുടെ കാര്യമൊന്നും നോക്കണ്ട. പോകേണ്ട ദൂരമാണെങ്കിൽ വണ്ടിയൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇവിടെ മറ്റേ ലോറിക്ക് കയറിയല്ലോ കേട്ടോ. സ്വന്തം ലോറിക്ക് കയറി പോകേണ്ട സമയങ്ങളിൽ ഇപ്പൊ ഓക്കെ നമ്മള് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അച്ഛനും അമ്മയും. പിന്നീട് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവര് തീരുമാനിക്കുക. ഞാൻ പറഞ്ഞല്ല, നമുക്ക് ഇവിടെ ഒരു വണ്ടി അന്ന് കിട്ടിയില്ലെങ്കിൽ, നമുക്കിത് ഷൂട്ട് നാളെ വണ്ടി കിട്ടിയില്ല, ഇവിടെ ലാസ്റ്റ് ബസ് പോയി അടുത്ത ലോറിയെങ്കിൽ ലോറി നമ്മൾ പിടിച്ചു പോകാൻ നമുക്ക് എപ്പോഴാ അവസരങ്ങൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സ്വന്തമായിട്ട് അങ്ങ് നിന്നോളും. ദേവനന്ദനം മിടിക്കുകയാണ്. ഓക്കെ, എന്താണെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരു 10 മിനിറ്റ് സംസാരിച്ചതിന് 10-20 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പൊക്കോട്ടെ. അപ്പൊ ചേച്ചിയെ പോലെ വൈറലാവ് ഇതുപോലെ ഇന്റർവ്യൂ എടുക്കാൻ വരാം. അപ്പൊ ചേച്ചി ഇപ്പൊ കുഞ്ഞു സൈഡായില്ലേ, അതുപോലെ ചേച്ചിയെ സൈഡാക്കിട്ട് നമുക്ക് ഇന്റർവ്യൂ എടുക്കാം കേട്ടോ. സൈഡായിട്ട് ഇന്റർവ്യൂ. അപ്പൊ ചേട്ടാ, നിങ്ങളുടെ വിലപ്പെട്ട ഇന്നത്തെ ദിവസം ഒരു പണിയുള്ളതാണ്. ആ പണിയുടെ ടൈമിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതിന് ഞങ്ങളുടെ മൂവി വേൾഡ് മീഡിയയുടെ ഭാഗത്ത് നിന്ന് താങ്ക് യു. സന്തോഷം. എനിക്ക് നന്ദി പറയോ? താങ്ക് യു.